ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോപ്കോണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ആക്റ്റീവ് പോപ്കോണാണ്. ഫ്ലേവർ ഗോൾഡൻ സിസിലാണ്. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് ഓണാക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുക്കറിൻ്റെ വിസിലും അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തിലെ റബ്ബറും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് പോപ്കോൺ റെഡിയാക്കുമ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ പാത്രം നന്നായി ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോപ്കോണിൻ്റെ കവർ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നതാണ് പോപ്കോണായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കുക്കർ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടപ്പ് കൊണ്ട് നമുക്കിത് അടക്കാം. ഇപ്പോൾ ഗ്യാസ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ കുക്കർ നന്നായി ചൂടാവുന്നുണ്ട്. കുക്കർ നന്നായി ചൂടാവുമ്പോൾ അകത്തുള്ള പോപ്കോൺ ഓരോന്നും പൊട്ടാൻ തുടങ്ങും. അപ്പോൾ ഒരു പൊട്ടുന്ന ശബ്ദത്തോടെയാണ് ഈ പോപ്കോണായിട്ട് ഇത് മാറുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളെ പോപ്കോൺ ഈ കുക്കറിൻ്റെ അകത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് കുക്ക് ചെയ്യാൻ ഏകദേശം 3 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഈ പ്രഷർ കുക്കറിൻ്റെ അകത്ത് കേൾക്കുന്ന ശബ്ദം പോപ്കോൺ റെഡിയാവുന്നതാണ്. നന്നായിട്ട് ഇത് പൊട്ടുന്ന സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലിടാൻ നോക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് റെഡിയാക്കാൻ. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി കഴിഞ്ഞു. കാരണം ഇപ്പോൾ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്ന കുറവാണ്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം എന്താകുന്നു. അപ്പോൾ ഈ പ്രഷർ കുക്കർ നമ്മളിപ്പോൾ തുറക്കാൻ പോവുകയാണ്. ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ടുണ്ട്. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ പോപ്കോൺ. കുക്കറിൻ്റെ അകത്തൊന്നുമില്ല കാഴ്ചയാണിത്. എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ പോപ്കോൺ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോപ്കോൺ. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ കഴിച്ചു നോക്കി. അപാരമായ ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് പോപ്കോൺ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ.